മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കമലേശ്വരം വീട്ടിൽ നിന്ന് പ്രതാപനും മുത്തശ്ശിയും ഉണ്ണിയോടും കരുണയോടും ദുർഗയോടൊക്കെ യാത്ര പറഞ്ഞിറങ്ങുന്നു. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഉണ്ണിയോട് ഓണത്തിന് നേരത്തെ തന്നെ മോളെയും കൂട്ടി അങ്ങോട്ട് എത്തിയേക്കണമെന്ന് പറയുന്നുണ്ട്. ഉണ്ണി പറയുന്നുണ്ട് അതിനി എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തണം, ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാം അച്ഛാ എന്ന് പറയുന്നു. അങ്ങനെ മുത്തശ്ശി കരുണയോട് പറയുന്നുണ്ട് മോളെ പ്രേതവും ഭൂതവും ഒന്നുമില്ല, എന്നാലും വയറ്റിലൊരു കുഞ്ഞൊക്കെ ഉള്ളതല്ലേ, അവളും മരിച്ചിട്ട് 16 തികയാത്തത് കൊണ്ട് മോളും അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന പ്രതാപം പറയുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അമ്മേ, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കല്ലേ എന്ന് പറയുന്നു. മരിച്ചവരൊക്കെ അങ്ങോട്ട് മരിച്ചു, ഇനി ഒരു ആത്മാവും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല എന്ന് പ്രതാപം പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ദുർഗയും ഉണ്ണിയെല്ലാം നന്നായിട്ട് തന്നെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ പറയുന്നുണ്ട് മോള് ധൈര്യമായിട്ടിരിക്കട്ടോ എന്ന് പറയുന്നു. അങ്ങനെ പ്രതാപനും മുത്തശ്ശി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് മഞ്ജുവിനെ കാണിക്കുന്നു. മഞ്ജു ആണെങ്കിൽ ഉറക്കമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ്. ആ സമയം സാഗറിൻ്റെ ഒരു മെസ്സേജ് ഫോണിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഫോണെല്ലാം എടുത്ത് നോക്കുന്ന മഞ്ജു തിരിച്ച് റിപ്ലൈ ഒന്നും സാഗറിന് കൊടുക്കുന്നില്ല. അപ്പോൾ സാഗർ പറയുന്നുണ്ട് ഇപ്പോൾ മെസ്സേജ് വിടണ്ടായിരുന്നു എന്നെല്ലാം പറയുന്നു. അപ്പോൾ ലോപ്പസ് വന്ന് പറയുന്നുണ്ട് നീ മെസ്സേജ് അയച്ചിട്ട് തിരിച്ച് റിപ്ലൈ തന്നോ എന്ന് ചോദിക്കുന്നു. ഇല്ല, ഈ നേരം ആയത് കാരണം അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്ന് സാഗർ പറയുമ്പോൾ നീ ഒന്ന് വെറുതെ ഇരിക്കട്ടെ, അവൻ്റെ കെട്ടിയോനും അത്ര വലിയ പുണ്യാളൊന്നും അല്ലല്ലോ എന്ന് ലോപ്പസ് പറയുന്നുണ്ട്. അവൻ്റെ ലിസ്റ്റിൽ ഒരുപാട് പെൺകുട്ടികളുള്ളതല്ലേ, പിന്നെ അവൻ ഈ മെസ്സേജ് കണ്ടതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ലടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ സാഗറിനോട്. സാഗർ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഒരുപാട് മഞ്ജുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി ഞാൻ അവളെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ സാഗറിൻ്റെ ഉള്ള ഓർമ്മകളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. സാഗർ സംസാരിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് മഞ്ജുവിൻ്റെ. പിന്നീടാണെങ്കിൽ അനന്തവും അതുപോലെ മാർക്കോയും കൂടെ മഹാലക്ഷ്മിയെ കമലേശ്വരത്ത് എത്തിക്കുന്നുണ്ട്. മഹാലക്ഷ്മി ചോദിക്കുന്നു ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് ഗേറ്റ് കടന്ന് ആരും അറിയാതെ അകത്തേക്ക് കടക്കണമെന്ന് പറയുന്നു. അതിനുശേഷം പിന്നാമ്പുറത്തെ വാതിൽ തുറന്ന് അകത്ത് കടക്കണമെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നു അതെങ്ങനെ ഞാൻ തുറക്കുമെന്ന് പറയുമ്പോൾ അതെല്ലാം ഞാൻ തുറന്നു തരാമെന്ന് മാർക്കോ പറയുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ മാർക്കോ എന്നു. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് മാർക്കോ പറയുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ ആത്മാവ് ഇറങ്ങി നടക്കുന്നുണ്ടെന്ന് ഇന്നത്തോടുകൂടി ഇതെല്ലാവരും ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മാർക്കോ പറയുകയാണ്. അങ്ങനെ ദുർഗയാണെങ്കിൽ പൂജാമുറിയിലെ അയ്യപ്പ വിഗ്രഹം നാളെ തന്നെ ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുപോയി വെക്കണം എന്ന് ആലോചിച്ച് അങ്ങോട്ട് കടക്കുന്ന സമയത്ത് കരണ്ട് പോകുന്നുണ്ട്. ആ സമയം ദുർഗയ്ക്ക് വല്ലാണ്ട് ഭയം തോന്നുന്നു. മൊത്തത്തിലൊരു സൗണ്ടുകളും അനക്കവും ഒക്കെ കേൾക്കുന്നതോട് ദുർഗ ഭയക്കുന്നുണ്ട്. അതേസമയം ഒരു നിഴല് പോലെ മഹാലക്ഷ്മിയുടെ പ്രേതത്തെ ദുർഗ കാണാനിടയാകുന്നു. അങ്ങനെ ദുർഗയുടെ മുന്നിൽക്ക് തന്നെ മഹാലക്ഷ്മി പ്രത്യക്ഷപ്പെടുന്നതോടുകൂടി ദുർഗ പേടിച്ച് അലറി വിളിച്ച് അബോധാവസ്ഥയിലാവുകയൊക്കെ ചെയ്യാണ്. അതേസമയം മഹാലക്ഷ്മി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് പോകുന്നത് പ്രതാപൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്നിട്ട് പ്രതാപനെയും അതുപോലെ തന്നെ മുത്തശ്ശിയെയും ഭയപ്പെടുത്തുന്ന രംഗങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. അങ്ങനെ വളരെ ത്രില്ലിംഗായ എപ്പിസോഡുകളാണ് ഇനി കാണാനിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.